കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിഫേമേഷൻ അല്ലെങ്കിൽ മാനനഷ്ടം എന്ന് പറയുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ടെക്നിക്കൽ ടേമാണ് പബ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ പബ്ലിക് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു ടേം. എന്ന് പറയുകയാണെങ്കിൽ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്കറിയാം, പലപ്പോഴും കുടുംബ കോടതികളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ഒരു സെക്ഷൻ വെച്ചുകൊണ്ട് നമ്മളൊരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ആ സെക്ഷനിൽ നിന്ന് നമുക്ക് എന്ത് തരത്തിലുള്ള റിലീഫ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ആനുകൂല്യമാണോ ലഭിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് സാധാരണഗതിയിൽ നമുക്ക് പറയുവാനായിട്ടുള്ള അവകാശമുള്ളൂ. അതായത് സ്വർണം ഭർത്താവ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്വർണം ഭർത്താവ് എടുത്തു എന്നുള്ളതിൻ്റെ കാര്യങ്ങളും അതിന് തെളിയിക്കുവാനായിട്ടുള്ള എൻട്രസ്റ്റ്മെൻറ്റ് നടത്തി പോലെയുള്ള കാര്യങ്ങളും മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. അല്ലാതെ ബാക്കിയുള്ള ആവശ്യമില്ലാത്ത കാട് കയറിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അതിൽ പറയാനായിട്ട് പാടില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ പലപ്പോഴും കുടുംബ കോടതികളിൽ കാണുന്നത് എന്താണ്, ഒരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്യുമ്പോൾ ആ കേസിൽ ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ എതിരെയായിട്ടോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യുമ്പോഴോ അവർക്കെതിരെയോ എന്തൊക്കെയോ അനാവശ്യങ്ങൾ, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തതോ തെളിയിക്കാൻ പറ്റാത്തതോ ആയിട്ടുള്ള വ്യക്തിഹത്യകളാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്, അല്ലേ? ഭർത്താവിന് ഇമ്പോർട്ടൻസിയാണ്, അല്ലെങ്കിൽ ഭർത്താവിന് അഡൾട്ടറിയാണ്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അഡൾട്ടറിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള വളരെ മോശമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈവൻ ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയൊക്കെയും എഴുതി പിടിപ്പിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അതൊന്നും ആരും വിഷമം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും എന്നല്ലാതെ അതിനെതിരെ നമുക്ക് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹൈക്കോടതി വിധി ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആവും. വിധി ഇങ്ങനെയാണ്: ദ ഹൈക്കോർട്ട് കൺഫേംഡ് ദാറ്റ് ഡിഫേമേഷൻ ഇൻ എ പ്ലെയിൻറ്റ് ഫൈൽഡ് ഇൻ കോർട്ട് ഈസ് കൺസിഡേർഡ് പബ്ലിഷ്ഡ് എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഒരു വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒരു കോടതിയിൽ നിങ്ങളൊരു കേസായിട്ട് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതാണ് ഈ പ്ലെയിൻറ്റ് എന്ന് പറയുന്നത്, ഒരു ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് എന്താണ്, ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പബ്ലിഷ്ഡ് എന്ന് പറയുന്ന ഒരു ടേമായിട്ട് കണക്കാക്കാമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കേസ് കൊടുത്ത ആൾക്ക് എതിരെയായിട്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുവാനുമായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് വേണ്ടത്, നിങ്ങൾക്കെതിരെ കൊടുത്ത കേസിൻ്റെ സർട്ടിഫൈഡ് കോപ്പി എടുക്കണം. ആ കോപ്പിയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ കളവാണ് എന്നുള്ളത് തെളിയിക്കാനുള്ള പ്രൂഫ് നിങ്ങൾ സെറ്റ് ചെയ്യണം. അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും. നല്ലൊരു സംഖ്യ കോമ്പൻസേഷനായിട്ട് മേടിച്ച് എടുക്കുവാനും സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇനിയും ഇതുപോലുള്ള ഒരുപാട് വിധികളുണ്ട്. 1 by 1 ആയിട്ട് നമുക്കിത് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.